ഇന്നത്തെ വീഡിയോ ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള റവ ഉപ്പുമാവാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഉപ്പുമാവ്. പക്ഷേ പലരുടെ പരാതി എന്താണെന്നോ, ഒന്നെങ്കിൽ ഉപ്പുമാവ് കട്ട പിടിച്ചു പോവും, അല്ലെങ്കിൽ നല്ലപോലെ കുഴഞ്ഞു പോവേ. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിനായിട്ട് ഞാനൊരു 1/2 കിലോ റവ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വെജിറ്റബിൾസ് ആണ് വേണ്ടത്. ഒരു ക്യാരറ്റ് എടുത്ത് ഇതുപോലെ നരിഞ്ഞെടുക്കുക ചെറുതായിട്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്. പിന്നെ വേണ്ടത് ഇഞ്ചി ഒന്ന് കൊത്തിപ്പടിഞ്ഞെടുക്കുക. പിന്നെ വേണ്ടത് ബീൻസ്, സവാള, ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. ഇത്രയാണ് വേണ്ടത്. ഇനി നമുക്കൊരു കടായി അടുപ്പിൽ വെച്ച് കൊടുക്കാവേ. അതൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 3 സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കണേ. വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാവേ. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ല രീതിയിലൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച സവാള ഉള്ളി ചേർത്ത് കൊടുക്കാം. സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് തന്നെ എടുക്കണവേ. പിന്നെ വേണ്ടത് ഇഞ്ചി, പിന്നെ വെജിറ്റബിൾസിൽ നമ്മളെടുത്ത ബീൻസ് ചേർത്ത് കൊടുക്കണം. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ക്യാരറ്റ് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ഇതെല്ലാം വേറെ ഏത് വെജിറ്റബിൾസ് ആയാലും നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. ബ്രക്കോളിയൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതുപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. എന്നിട്ട് ഇത് നല്ല രീതിയിൽ ആ ഓയിലൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കണവേ. നല്ല രീതിയിൽ തന്നെ ഓയിലൊന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ വറുത്ത റവയിലും എടുക്കാം, അതുപോലെ തന്നെ നോർമൽ റവയിലും എടുക്കാവേ. ഞാൻ എടുത്തേക്കുന്നത് വറുത്ത റവയല്ലേ എടുത്തേക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഓയിലിൽ. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാവേ. ഞാനിപ്പോൾ ഒരു 3 കപ്പ് റവയുണ്ട്. 1/2 കിലോ റവ ഒരു 3 കപ്പുണ്ട് ഞാൻ എടുക്കുന്ന കപ്പിന്. ആ ഒരു കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളവും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് വെള്ളം ഇതുപോലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാവേ. വറുത്ത റവയാവുമ്പോൾ വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരുവേ. ഇനി നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ഇതൊന്ന് തിളച്ച് വരണവേ. നമ്മളിട്ട വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് വെള്ളമൊക്കെ ഇതുപോലെ ഒന്ന് തിളച്ച് വരണം. നല്ല രീതിയിൽ തന്നെ ഇതിപ്പം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച റവയും കൂടെ ചേർത്ത് കൊടുക്കാവേ. റവ ചേർത്ത് കൊടുക്കുമ്പം തന്നെ നമ്മൾ ഒരു കൈ കൊണ്ട് റവ ചേർത്ത് കൊടുക്കുകയും വേണം, ഒരു കൈ കൊണ്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയും വേണവേ. ഇല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും. കുറച്ച് ഭാഗത്ത് ആ റവയാവുമ്പോൾ വെള്ളത്തിലോട്ട് ഇടുമ്പോൾ പെട്ടെന്നായിരിക്കും കട്ട പിടിക്കുന്നത്. അതുകൊണ്ട് ഒരു കൈ കൊണ്ട് നമ്മൾ ഇടുകയും ചെയ്യണം, ആ വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. എന്നാലേ ആ ഒരു കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടത്തോളെ. ഈ ഒരു കണക്കിൽ വേണം നമുക്ക് റവയിൽ വെള്ളവും നിൽക്കാൻ. ഒരു കുഴഞ്ഞ രീതിയിൽ നമുക്ക് തോന്നും വെള്ളം ഒരുപാടായി പോകുമെന്ന് തോന്നുവേ. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ റവയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഒരു കുഴഞ്ഞിരിക്കും. റവ നല്ല രീതിയിലൊന്ന് വെന്ത് വരുമ്പം കറക്റ്റ് പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണവേ. റവ ആയതുകൊണ്ട് നമ്മൾ കട്ടയില്ലാത്ത രീതിയിൽ ഒരേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വേണം ഇനി കുക്ക് ചെയ്തെടുക്കാനേ. ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് റവയൊക്കെ നല്ല രീതിയിൽ വെന്ത് തന്നെ നമുക്ക് കിട്ടുവേ. നമ്മളൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഈ റവ വേവിച്ചെടുക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ഉപ്പുമാവിൽ നമ്മൾ ഒഴിച്ച വെള്ളം എല്ലാം പരുവാകുകയും ചെയ്യും. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്യുവേ. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് തേങ്ങ ചിരയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അത് ഓപ്ഷണലാണ്. തേങ്ങ ചിരകിയത് നമ്മൾ ഉപ്പുമാവിൽ ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് ഈ ഉപ്പുമാവ് കഴിക്കാനായിട്ട് വേറൊരു കറികളോ ഒന്നും ആവശ്യമില്ല. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. നമ്മൾ സാധാരണ റവ കൊണ്ട് പലഹാരങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പലർക്കും അറിയത്തില്ലേ. റവ കഴിച്ചാലുള്ള ചില പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. പെട്ടെന്ന് നമുക്ക് വിശക്കത്തില്ലേ. അതുപോലെ തന്നെ ശരീരഭാരം കുറയ്ക്കാൻ നോക്കുന്നവർക്ക്, വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഈ റവ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ പ്രമേഹമുള്ളവർക്ക് നല്ലതാണ്. റവയിലെ ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് ഉയർത്താതിരിക്കാൻ സഹായിക്കുവേ. അതുപോലെ തന്നെ ഇതിലടങ്ങിയിരിക്കുന്ന ഫൈബർ അഥവാ നാരുകൾ നമ്മുടെ ദഹനത്തിന് നല്ലതാണ്. റവയിൽ ധാരാളം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം സാവധാനത്തിന് നൽകുന്നത് കൊണ്ട് രാവിലെ റവ കൊണ്ട് ഉപ്പുമാവ് കഴിച്ചാൽ പെട്ടെന്ന് നമുക്ക് വിശപ്പ് തോന്നത്തില്ലേ.
ഇതാ കണ്ടില്ലേ, ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ല പൂ പോലുള്ള നമ്മുടെ റവ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണാം.